അപ്പോൾ ഇന്നാണ് ഷഷ്ടി മഹോത്സവം. ഷഷ്ടി മഹോത്സവം എന്ന് പറയുന്നത് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ ദേവന്റെ പിറന്നാൾ ദിവസം വരുമ്പോൾ നമ്മൾ തലേ ദിവസം അഖണ്ഡനാമ ജപയജ്ഞവും നടത്തും. പിറ്റേ ദിവസം പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ നടന്നു പോന്നു. മക്കളെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ടു വീലറിലായിരുന്നു പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കല്യാണത്തിന് ശേഷം ഞാൻ ഇപ്പോഴാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലുള്ള എല്ലാവരെയും ഒരു വട്ടം ഇങ്ങനെ എല്ലാവരെയും കാണാൻ പറ്റും. അപ്പോൾ കാണാത്ത ഒരുപാട് മുഖങ്ങൾ മുന്നിലൂടെ മിന്നി മായുന്നുണ്ടായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും മക്കളെയും കൊണ്ട് തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി അവർ ചായ കുടിക്കാനായിട്ട് പോകും. ശേഷം ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുള്ള കാഴ്ചകളാണ് എടുത്തത്, ഉള്ളിലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ ഈ കാണുന്നതാണ് ദേവൻ നഗരപ്രദക്ഷിണം നടത്താനുള്ള തേര്. അപ്പോൾ അയ്യപ്പന്മാരത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചായ കുടിക്കാൻ എത്തിയപ്പോഴേക്കും ഇവർ ചായ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അസിൽ ഉപ്പുമാവും കടലക്കറിയാണ്. നമുക്ക് വീട്ടിലെത്ര ഉണ്ടാക്കിയാലും ചിലപ്പോൾ ടേസ്റ്റ് തോന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കഴിക്കുമ്പം നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം മതിമറന്ന് കഴിച്ചിട്ടുണ്ട്. ശേഷം ഉച്ചയിലേക്കുള്ള പാചകപ്പുരയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ചായ കുടിച്ച് വരുന്നവരെ അച്ഛനും അമ്മയും മക്കളെയും കൊണ്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പിന്നെ കുറച്ച് സമയം അവിടെ അമ്പലത്തിൽ തന്നെ ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ആൽത്തറയിൽ ഇതൊക്കെ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക്. അപ്പോൾ ആൽത്തറയിൽ ഓടിക്കളിക്കുകയാണ്. ചെരുപ്പ് കാലിലുള്ളത് കൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഒരു സ്തുതി എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പം മക്കള് തിരുവാതിരക്കളിയുടെ പാട്ടാണോ എന്ന് ചോദിച്ചിട്ടാണ്. ഡാൻസ് കളിക്കുന്ന സ്റ്റെപ്പാണ് നിങ്ങൾ കണ്ടിരുന്നത്. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ദീപാരാധനയും ഭജനയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് സ്റ്റേജ് പരിപാടികളുണ്ട്. കുട്ടികളുടെയും അമ്മമാരുടെയും മുതിർന്നവരുടെ എല്ലാവരുടെയും ഡാൻസും പ്രോഗ്രാം എല്ലാം ഉണ്ട്. അപ്പം എനിക്കും ഉണ്ട് തിരുവാതിരക്കളി. അപ്പോൾ എൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവർ കേട്ട് എന്ത് പാട്ട് കേട്ടാലും ഇപ്പോൾ തിരുവാതിരയുടെ സ്റ്റെപ്പ് വെക്കലാണ് പതിവ്. അപ്പോൾ അതുണ്ട്. പിന്നെ ഞങ്ങൾ പോവുകയാണെന്നും പറഞ്ഞിട്ട് ഞാനും അമ്മയും അവരെ എടുത്ത് പോകുന്നതാണ്. അപ്പോൾ അവർ പോരണ്ട. പക്ഷേ സമയം ഏകദേശം ആയപ്പം അച്ഛൻ്റെ അമ്മേൻ്റെയും കൂടെ അവരെ പറഞ്ഞയച്ചിട്ട് ഞാൻ വീണ്ടും നടന്നിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അതിൻ്റെ ഒരു സുഖം, അമ്പലത്തിൽ നടന്നിട്ട് പോയിട്ട് വരുന്നതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. വേണമെങ്കിൽ ഒരു നൊസ്റ്റു എന്നൊക്കെ പറയാം, അതൊരു ഇഷ്ടമാണ്. അപ്പോൾ നടന്നിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്.